എല്ലാവരും നിത്യവഴുതനങ്ങ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ലേ? എപ്പോഴും കായ കിട്ടുന്നൊരു തരുന്നൊരു ചെടിയാണ് കേട്ടോ നിത്യവഴുതനങ്ങ. ഇത് ഞങ്ങളുടെ വീട്ടിലെ നിത്യവഴുതനങ്ങ പന്തലാണ്. 3 തൈയാണ് ഉണ്ടായിരുന്നത്. അതൊരു സെപ്പറേറ്റ് പന്തലിലാണ് ഞങ്ങൾ കയറ്റി വിട്ടേ. അതിൽ കുഞ്ഞു കുഞ്ഞു കായകളാണ്. അപ്പം ഇന്ന് ഞങ്ങൾ നിത്യവഴുതനങ്ങ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. വളരെ കുഞ്ഞു കായകളാണ്. നല്ലോണം ശ്രദ്ധിച്ച് തപ്പിയെടുക്കണം. കാരണം ഇലകളുടെ ഇടയിൽ നിന്നൊക്കെ നമ്മളത് മുറിച്ചെടുക്കണം. ഇല്ല എങ്കിൽ ഒന്ന് വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത്. കണ്ടോ, ഇത് മൂത്ത് പോയതാ. ആ മൂത്ത് പരുവായി കഴിഞ്ഞാൽ പിന്നെ അത് ഉപ്പേരി വെക്കാൻ കൊള്ളില്ല. ഏറ്റവും ഇളയ കായാണ് ഉപ്പേരി വെക്കാൻ നല്ല ടേസ്റ്റ്. മൂത്ത് കഴിഞ്ഞാൽ അത് ഒന്നിനും പറ്റില്ല. പിന്നെ അത് വിത്തിന് വെക്കാനേ പറ്റുള്ളൂ കേട്ടോ. ഇതാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ നിത്യവഴുതനങ്ങ. ഒരു ഉപ്പേരിക്കുള്ളതുണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും. പിന്നെ നിങ്ങൾ വിത്ത് കാണാത്തവർ, ഇതാണ് നിത്യവഴുതനങ്ങേൻ്റെ വിത്ത്. ഇതൊരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കുക. അതിനുശേഷം വിത്ത് കുത്തി മുളപ്പിച്ചെടുക്കുക. ഇത് കണ്ട, ഇത് പുതിയൊരു തയ്യാ. ജസ്റ്റ് വള്ളി കയറിയിട്ടേ ഉള്ളൂ കേട്ടോ ആ തൈ. ഇനി ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചേക്കുന്നത്. 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വന്നതിന് ശേഷം ഒരു 1/4 കഷ്ണം വലിയുള്ളി, സവാള ചെറുതായി കൊത്തിയരിയുക. ഇത് നമ്മുടെ ആ ചോപ്പറിലാണ് അരിഞ്ഞതാട്ടോ. എനിക്ക് കണ്ണിൽ വെള്ളം വരുന്നതുകൊണ്ട് ഞാൻ എന്താക്കും, ചോപ്പറിലാണ് അധികം ഉള്ളി അരിയുക. ദെൻ അതിലേക്ക് ഇത് വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ്. കറിവേപ്പില ആഡ് ചെയ്തു. പിന്നെ ഒരു 1-2 ഉണക്കമുളക് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇത് ഉണക്കമുളക് മുറിക്കുന്ന എൻ്റെ കത്രികയാണ്. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, മുറിച്ചിടുക. ആ ഉള്ളി എണ്ണയിലൊന്ന് ജസ്റ്റ് നല്ല വാടണം. അതിനുശേഷം 1/4 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 2 ചെറിയുള്ളി, 1 നുള്ള് മഞ്ഞൾപ്പൊടി മിക്സിയിലൊന്ന് ചതയ്ക്കുക. മിക്സി ചതച്ചിട്ട് ആ കൂട്ട് ഈ ഉള്ളി വാട്ടിയിലേക്ക് ചേർക്കുക. ഉള്ളി വാട്ടിയിൽ ചേർത്തതിന് ശേഷം അത് ആ എണ്ണയിലിട്ട് നല്ല സോട്ട് ചെയ്യുക. അങ്ങനെ സോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ തേങ്ങേൻ്റെ പച്ചച്ചുവയില്ലേ, അത് മാറും. അതിനുശേഷം നമ്മളെ നിത്യവഴുതനങ്ങ വളരെ വൃത്തിയിൽ കഴുകി അരിഞ്ഞെടുത്തത്, അത് ഈ മെഷർമെൻറ്റ് കപ്പിന് 1 കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ആ 1 കപ്പ് നിത്യവഴുതനങ്ങ ചേർത്തിട്ട് അത് നല്ലോണം ഇളക്കുക. നല്ല വൃത്തിയിലൊന്ന് എണ്ണയിൽ വഴന്നതിന് ശേഷം നമ്മളെ തേങ്ങ ചതച്ച ജാറില്ലേ, ആ ചെറിയ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുക്കുക. ആ അരപ്പ്, അതിൻ്റെ അടപ്പിലും ഇതിലുള്ള അരപ്പ് ചുറ്റിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ നിത്യവഴുതനങ്ങ വാട്ടിയിലേക്കിട്ട് കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുക, നല്ല അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ നമ്മുടെ ഉപ്പേരി റെഡിയായി. നിത്യവഴുതനങ്ങ ഉപ്പേരി ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് വേവും. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെച്ച് തന്നെ നോക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം ഈ നിത്യവഴുതനങ്ങ വിത്ത് കടയിൽ വാങ്ങാൻ കിട്ടും. എനിക്ക് തന്നത് എൻ്റെ ഓഫീസിലുള്ളൊരു പയ്യനാണ്. അവൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ നട്ടേക്കുന്നത് കേട്ടോ.